विना वेङ्कटेशं ननाथो ननाथ सदा वेङ्कटेशं स्मरामि स्मरामि. ടിപ്പുവിൻ്റെ പടയാളികളെ വിറപ്പിച്ച ഭക്തിയോടുകൂടി ഒരു ഉണ്ണിയപ്പം സമർപ്പിച്ചാൽ അസംഭവ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നടത്തിത്തരുന്ന സാക്ഷാൽ ഈശ്വരമംഗലത്തെ ഗണപതി ഭഗവാന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാൻ മഹാദേവനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് മഹാഗണപതി ഭഗവാന്റെയാണ്. ആ ഭഗവാനെ കാണാനും ഭഗവാന് ഉണ്ണിയപ്പം സമർപ്പിക്കാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്താറുള്ളത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഭഗവാന്റെ ഈ ക്ഷേത്രത്തെ ആക്രമിക്കാനായി ടിപ്പുവിൻ്റെ സൈന്യം കുന്തിപ്പുഴയുടെ ഒരു കരവരെ എത്തി എന്നാണ് കഥയിൽ പറയുന്നത്. ആ സമയത്ത് ഭഗവാന്റെ ഭക്തരെല്ലാവരും ചേർന്ന് ഈ ക്ഷേത്രത്തിൽ ഒത്തുകൂടുകയും ഭഗവാന്റെ വിഗ്രഹം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കാരോലിൽ കെട്ടി ക്ഷേത്രക്കുളത്തിൽ കൊണ്ടുപോയിട്ടു എന്നുമാണ് കഥ. ഭഗവാന്റെ ക്ഷേത്രം ആക്രമിക്കാൻ വന്ന ടിപ്പുവിൻ്റെ പടയാളികളുടെ മുമ്പിൽ ഒരു ഭീമാകാരനായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ക്രോധരൂപം പ്രത്യക്ഷപ്പെടുകയും അത് കണ്ട് പടയോട്ടത്തിന് നിൽക്കാതെ അവർ ഭയന്നോടി എന്നുമാണ് ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള ഐതിഹ്യം. പിന്നീട് ആ വിഗ്രഹം വീണ്ടെടുക്കാനായി ക്ഷേത്രക്കുളത്തിൽ തിരഞ്ഞപ്പോൾ കണ്ടത് ആ അപ്പക്കാരുവലിലെ മുഴുവൻ ഉണ്ണിയപ്പങ്ങളും അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപമാണെന്നാണ്. അതോടുകൂടി ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായി ഉണ്ണിയപ്പം അല്ലെങ്കിൽ വള്ളുവനാട് ഭാഗത്ത് വിളിക്കുന്ന കാരോലപ്പം മാറി. ഇന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ഭഗവാന് ഉണ്ണിയപ്പം വഴിപാട് കഴിക്കുന്നത്. അത് കഴിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവരാഗ്രഹിക്കുന്ന ഏത് കാര്യവും ഭഗവാൻ മഹാഗണപതി നടത്തി കൊടുക്കുന്നു എന്നുമാണ് വിശ്വാസം. ഈശ്വരമംഗലം മഹാശിവഗണപതി ക്ഷേത്രത്തിലെ മഹാഗണപതി ഭഗവാന്റെ അപ്പം വഴിപാടിനെക്കുറിച്ചും ഒപ്പം ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടുള്ള മുക്കരിക്കാട്ട് മന രാഹുൽ നമ്പൂതിരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തിരുവേനി, ഇവിടെ നമസ്കാരം. മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ എന്നുണ്ടെങ്കിലും വിശേഷം ഗണപതിക്കാണ്. ഇപ്പൊ ഭഗവാൻ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വഴിപാടുകൾ എന്തൊക്കെയാ വരുന്നത്? ഇവിടെ അപ്പം, ഒറ്റപ്പം, അതാണ് പ്രധാന വഴിപാട്. ഒറ്റപ്പം ഒരു ദിവസം 30 എണ്ണം ആണ് ഉണ്ടാക്കുക. അപ്പൊ അതിങ്ങനെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഒരു മാസത്തേക്ക് അതെ ഒന്നിച്ച് ബുക്കിംഗ് ആയി ഉണ്ടാവും. അപ്പാണ് ഗണപതിക്ക് പ്രധാന വഴിപാട്. അത് ഒരു ദിവസം ഒരു 5 കൂട്ടൊക്കെയാണ്. ഒരു കൂട്ടിൽ 300 എണ്ണം, ഒരു 1500 1600 എണ്ണം എല്ലാ ദിവസവും ഉണ്ടാവും. ഈ അവധി, ബാങ്ക് അവധി അങ്ങനെയുള്ള ദിവസങ്ങളിൽ എണ്ണം കൂടും. പിന്നെ ഗണപതിക്ക് അപ്പം മൂടല് വരും. തന്ത്രി വരും. ഈക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാടാണ് തന്ത്രി. അദ്ദേഹം വരും. പ്രധാന വഴിപാട് എല്ലാ 30 വെള്ളിയാഴ്ചയും പ്രസാദൂട്ടുണ്ട്. രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കും ഉണ്ട്. പിന്നെ കർക്കിടക മാസത്തിലുണ്ട്, വൃശ്ചിക മാസത്തില് ഉത്സവമായിട്ട് പതിവ് ശിവനല്ലേ? അതെ, പ്രതിഷ്ഠാദിനാണ്. മീനമാസത്തിലെ രേവതിയാണ് പ്രധാനപ്പെട്ട. അതെ, പ്രതിഷ്ഠാദിനായിട്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ പുറത്തുനിന്നുള്ള ഒരുപാട് പേര്, പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കുറച്ച് കൂടുതലായിട്ട്. അതെ അതെ, ഒരു ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടാണ് അറിയാം. അതെ, ശിവന്റെ അമ്പലമാണെന്നുണ്ടെങ്കിലും പ്രാധാന്യം ഗണപതിക്കാണ്. അതെ, ഇവിടെയും കൊട്ടാരക്കരയായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. ഇവിടെ രണ്ടിടത്തും ശിവനാണ് പ്രധാന പ്രതിഷ്ഠ, ഗണപതിക്കാണ് പ്രാധാന്യം. അപ്പമാണ് ഒരുപാട്. ഈ അപ്പം ഉണ്ടാക്കണത് എപ്പോഴും കണ്ടോണ്ടിരിക്കണം. കടപ്പള്ളിയിൽ ഗണപതിക്ക് നേരിട്ട് കാണണം എന്നാണ് പറയുന്നത്. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. വളരെ ശരി. ഈശ്വരമംഗലം മഹാശിവഗണപതി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ, കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുക, ഭഗവാന്റെ വിശേഷപ്പെട്ട ഉണ്ണിയപ്പം പ്രസാദം കഴിക്കുക. അടുത്ത ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷവുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി. ഒപ്പം തന്നെ ഏത് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഇനി ഞങ്ങളിലൂടെ അറിയാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ അഭിപ്രായങ്ങൾക്കൊപ്പം കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.